ചിലർക്ക് റെഡിയാകും, ചിലർക്ക് റെഡിയാകില്ല. അങ്ങനെ റെഡിയായ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. കൊല്ലം സ്വദേശി എറിക്കിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. വെറും 10 വയസ്സ് മാത്രമുള്ള എറിക്ക് പ്രകൃതിയെയും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊരു പുസ്തകം തന്നെ രചിച്ചിരിക്കുകയാണ്. ഈ പുസ്തകം ഇന്ന് അന്താരാഷ്ട്ര വിപണികളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എറിക്കിന്റെ രക്ഷകർത്താക്കൾ. എറിക്ക് ഇപ്പം നമ്മുടെ ഈ പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുനാമി വന്നിട്ടുണ്ട്, പ്രളയം വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ വന്നു. അപ്പോൾ ഇതൊക്കെ വരാനുള്ളൊരു കാരണം എന്താണെന്നാണ് എറിക്കിൻ്റെ ഒരു ധാരണ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ മനുഷ്യന്മാരാണെങ്കിൽ നമ്മുടെ ഈ ഒറ്റൊരമ്മ മതത്തിന് നശിപ്പിക്കുന്നു. അപ്പം ഈ കഥയിലാണെങ്കിൽ അത് തന്നെയുള്ള ഈ പാസ്റ്റ് ജനറേഷൻ അവരുടെ ഒറ്റൊരമ്മയെ നശിപ്പിച്ച് അമ്മയുടെ വെൽത്തും ബ്യൂട്ടിയും നശിപ്പിച്ചാണ് എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ആ അമ്മയുടെ ദേഷ്യം, സന്തോഷം അതെല്ലാം നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ ആയി വരുന്നതാണ് ഇത്. ഇത്തരത്തിൽ ഇപ്പം ഒരാൾമരം മുറിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു ആൾമരം മുറിച്ചു മാറ്റി, ഈ വലിയ വലിയ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, ഈ മനുഷ്യർക്ക് നമുക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പറ്റുന്നത്? ഞാനാണെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ, മനുഷ്യന്മാരുടെ അടുത്ത് ബെഗ് ചെയ്യുന്നു ഞാൻ, നമ്മുടെ മദറിനെ നശിപ്പിക്കാറ്. നമുക്ക് ഒറ്റ ലോകത്ത് 2 മദേഴ്സ് ഉണ്ട്, ഒരെണ്ണം മാത്രമല്ല. അതാണ് മദർ. ഞാൻ ഹ്യൂമൻസിന്റെ അടുത്ത് ബെഗ് ചെയ്യുന്നു, ഈ ലോകത്തിന് നശിപ്പിക്കരുത്. ഈ ലോകം നശിച്ചാൽ പിന്നെ നമ്മൾ ഫ്യൂച്ചർ ജനറേഷന് ജീവിക്കാൻ സ്ഥലമില്ലായിരിക്കും. ഈ പാസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാം തരുന്നു, പക്ഷെ ഒത്തിരി കാര്യം മാത്രം തരത്തില്ല, നമ്മുടെ ലൈഫിന്റെ ഗ്യാരണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഷുവർ ആവാൻ തന്നെ പറ്റത്തില്ല എങ്ങനെ നമുക്ക് ജീവിക്കാമെന്ന്. എല്ലാ മന്തിലും എല്ലാ ഇയറിലും നമ്മൾ പുതിയ പുതിയ ഡിസാസ്റ്റേഴ്സിൽ കയറുവാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഫ്യൂച്ചർ ജനറേഷൻ ഈ ലോകത്ത് വരുമ്പോൾ പിന്നെ എന്നും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വന്നു തുടങ്ങും. ലോകത്ത് വിവിധ ഇടങ്ങളിൽ ഇതേക്ക് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്തരത്തിലുള്ളൊരു പ്രകൃതിയാണ് എറിക്കിൻ്റെ കാഴ്ചപ്പാടിലുള്ളൊരു പ്രകൃതി എങ്ങനെയാണ്? കെട്ടിടങ്ങളൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ കുറേ മരങ്ങളും കുറേ പച്ചപ്പ് മാത്രമുള്ള ഒരു പ്രകൃതിയാണോ സ്വപ്നം കാണുന്നത്? അങ്ങനത്തെ ഞാൻ അങ്ങനെയാണ് സ്വപ്നം കാണുന്നത്. എന്താന്ന് വെച്ചാൽ ഈ ലോകത്ത് മുഴുവൻ പച്ചയുണ്ട്, പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി ഡീഫോറസ്റ്റേഷൻ നടക്കുന്നുണ്ട്. ഡീഫോറസ്റ്റേഷനിലത്തെ നമ്പർ 1 കാര്യമാണ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ ഫാംസ് ഒക്കെ ഇപ്പൊ കാടുകൾ വെട്ടി ഫാംസ് ഒക്കെ അവിടെ ഉണ്ടാവുന്നു. അപ്പൊ ആനിമൽസിന് ജീവിക്കാൻ ഒരു അറിവില്ല. ഈ ആനിമൽസിന് ജീവിക്കാൻ അറിവില്ലെങ്കിൽ മനുഷ്യന്മാരെ അടുത്ത് തന്നെ പോകും. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും. ഇത്തരത്തില് ഉണ്ടായ സംഭവങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള ഇൻസ്പിറേഷൻ സ്വന്തമായി ഉണ്ടായതാണോ, അതോ അച്ഛനമ്മമാരുണ്ടാക്കി തന്നെയാണോ, സ്കൂളിൽ നിന്ന് കിട്ടിയതാണോ? എങ്ങനെയാണ് ഈ ഒരു ഇൻസ്പിറേഷൻ, ഈ പ്രകൃതിയെ സ്നേഹിക്കാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായത്? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നേച്ചറിൽ കൂടെ തന്നെ എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ കിട്ടി. അല്ല, ഒരു പുസ്തകം തന്നെ ഈ ലോകത്തിന്റെ ഹിസ്റ്ററി മാറ്റിയിട്ടുണ്ട്. ഒത്തിരി പുസ്തകങ്ങള് എന്നിട്ട് ഇൻസ്പയർ ചെയ്ത പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. കോളോ ഉയിലോ എന്ന് പറയുന്ന ഒരാളാണ് അത് എഴുതിയേക്കുന്നത്. ആ പുസ്തകം എന്നെ ഒത്തിരി അങ്ങ് ഇൻസ്പയർ ചെയ്തു. ഇതാണെങ്കിൽ സാന്റിയാഗോ എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ഞാനും സാന്റിയാഗോ പോലത്തെ ഒരാളാണ്. ഞാനും ഒരു ട്രഷറിനെ നോക്കുവാണ്. അത് നേച്ചറിന്റെ ഗ്രീനിന്റെ ട്രഷർ. എറിക്ക് സ്വപ്നം കാണുന്ന ഒരു നാടുണ്ടാകുമോ? പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട് എനിക്ക്. പക്ഷെ നമ്മൾ ഈ കാലത്താണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് മാത്രമേ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ഈ കാലത്ത് ഒത്തിരി കുട്ടികളാണെങ്കിൽ മൊബൈൽ അഡിക്ഷൻ ആൻഡ് ടിവിയിലൊക്കെ അഡിക്റ്റ് ചെയ്തിരിക്കുക. ഇതാണെങ്കിൽ ഒത്തിരി റൈസ് ആയിട്ടുണ്ട് ഈ കോവിഡ് പീരീഡിൽ.
അപ്പോ കുട്ടികൾക്കാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഞാൻ ബെഗ് ചെയ്യുന്ന ഒരു 30 മിനിറ്റ്സ് എങ്കിലും നേച്ചറിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുക. നമ്മൾ എപ്പോഴാണോ നേച്ചറിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോഴാണോ നമുക്ക് നേച്ചറിന്റെ ബ്യൂട്ടി അറിയാൻ പറ്റുന്നത്. പ്രകൃതിയോട് മനുഷ്യർ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ് ഈ കുട്ടിക്കുള്ളത്. ഇത് പുതുതലമുറയിലുള്ള കുട്ടികളും കേട്ടു പഠിക്കണം. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ എറിക്കിനെ പോലുള്ള ഒരുപാട് കുട്ടികൾ ഇനിയും മുന്നിട്ടിറങ്ങണം. മിഥുനൊപ്പം ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.